തിരുവനന്തപുരം പേരൂർക്കട എന്നൊക്കെ വളരെ പെട്ടെന്ന് തന്നെ എത്താൻ പറ്റുന്ന ഒരു ലൊക്കേഷനിലാണ് ഇതാ ഈ കാണുന്ന 15 സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുള്ളത്. നമുക്കിതാ ഈ കാണുന്ന റോഡ് ഫ്രണ്ടേജിലാണ് പ്രോപ്പർട്ടി ഉള്ളത്. റോഡ് ഫ്രണ്ടേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വീടിൻ്റെ മതിൽ കണ്ടോ, അത് തൊട്ട് ഇങ്ങനെ നീളത്തിൽ നമുക്കിതാ ഏകദേശം ഇതുവരേക്കുമാണ് നമ്മുടെ ഫ്രണ്ടേജ് ഉള്ളത്. ഇത് ടോട്ടലായിട്ട് ഒരു 27 സെൻറ്റ് സ്ഥലമാണ്. അതിനകത്ത് നമുക്കിതാ ഇപ്പുറത്തേക്ക് വരുന്ന ഒരു 15 സെൻറ്റ് സ്ഥലമാണ് വിൽപ്പനയ്ക്കുള്ളത്. നമുക്കിതിപ്പം നിലവിൽ കരഭൂമിയാണ്. നിങ്ങൾക്ക് ഇനി വീടൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 2 പ്ലോട്ടായിട്ടൊക്കെ വേണമെങ്കിൽ തിരിച്ച് നമുക്ക് ഇത്രയും ഫ്രണ്ടേജ് ഉള്ളതുകൊണ്ട് തന്നെ ആ രീതിയിലും വീട് വയ്ക്കാവുന്നതാണ്. നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ ചുറ്റും നോക്കുകയാണെങ്കിൽ ഒത്തിരിയധികം വില്ല പ്രോജക്ട്സ് ഒക്കെ ഉണ്ട്. ദേ കാണുന്നത് സൂഫീസ് വില്ല എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് ഉണ്ട്. തൊട്ടടുത്തായിട്ടൊരു വീടുകളാണ്. ഈ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഫുള്ളായിട്ട് വീടുകളുള്ള ലൊക്കേഷനാണ്. പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് പറഞ്ഞുതരാം. നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് നിങ്ങൾ തിരുവനന്തപുരം വട്ടിയൂർക്കാവുന്നോ അല്ലെങ്കിൽ പേരൂർക്കട എന്നോ നമുക്ക് ഈസിലി വന്നെത്താൻ പറ്റുന്ന ലൊക്കേഷനാണ്. അതായത് വട്ടിയൂർക്കാവുന്ന വരുവാണെന്നുണ്ടെങ്കിൽ മുക്കോല ജംഗ്ഷൻ കഴിഞ്ഞ് വീണ്ടും മുന്നോട്ട് വരും. കാച്ചാണി റൂട്ട് വരുമ്പോഴത്തേക്കും ഇടതുവശത്ത് യമുനാ നഗർ വഴി നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് പോകാം. ഇനി അതല്ല പേരൂർക്കട എന്ന് വരുവാണെന്നുണ്ടെങ്കിൽ വടയില വന്നിട്ട് റൈറ്റിലേക്ക് വരിക. റൈറ്റിലേക്ക് വരുമ്പോൾ മുക്കോല ജംഗ്ഷൻ വരും. മുക്കോല ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലേക്ക് കാണുന്ന റോഡ് കുറച്ച് ദൂരം വരുമ്പോൾ തന്നെ യമുനാ നഗറിൻ്റെ ബോർഡ് കാണാം. ഇവിടെ താഴേക്ക് ഇറങ്ങി ഏകദേശം 700 മീറ്ററാണ് പ്രോപ്പർട്ടിയിലെ ഡിസ്റ്റൻസ് വരുന്നത്. താഴേക്ക് ഇറങ്ങുമ്പോൾ തന്നെ വലത്തോട്ട് ആംബിയൻ്റ് വില്ലാസ് എന്നൊക്കെ പറഞ്ഞ് കാണാം. അതിലോട്ട് കയറേണ്ട, നമ്മൾ വീണ്ടും താഴേക്ക് പോകാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രോപ്പർട്ടിയിലേക്ക് വരാം. ഇനി ഒരു ആക്സസ് കൂടെ ഉണ്ട്. ഇത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും മുന്നോട്ട് പോകും. വലതുവശത്ത് ഒരു പെട്രോൾ പമ്പ് കാണാം. അത് കഴിഞ്ഞ ഉടൻ ലെഫ്റ്റിലേക്ക് ജോസഫ് ലൈൻ, അവിടെയാണെങ്കിൽ ഒരു മുടിപ്പുര ക്ഷേത്രം ചെക്കക്കോണം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു ആർച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ആ റോഡ് വഴി നമ്മൾ പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ മെയിൻ റോഡിൽ നിന്ന് ഏകദേശം 350 മീറ്ററാണ് പ്രോപ്പർട്ടിയിലെ ഡിസ്റ്റൻസ് വരുന്നത്. എന്തായാലും വീഡിയോ പൂർണ്ണമായിട്ടും കണ്ട് നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്യാവുന്നതാണ്. മുക്കോല ജംഗ്ഷൻ കഴിഞ്ഞ് യമുനാ നഗർ വഴി വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഇതുവഴിയാണ് പ്രോപ്പർട്ടിയിലേക്ക് ഡിസ്റ്റൻസ് വരുന്നത്. അതായത് യമുനാ നഗറിൻ്റെ ആ എൻട്രൻസിൽ നിന്ന് ഏകദേശം 700 മീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഇനി അതല്ല, കുറച്ച് മുന്നിൽ വന്ന് നമ്മുടെ പെട്രോൾ പമ്പ് കഴിഞ്ഞിട്ട് ലെഫ്റ്റിലേക്കുള്ള വഴിയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 350 മീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് ഉള്ളൂ. അപ്പോൾ അവിടെ നിന്ന് താഴേക്ക് വരുമ്പോഴത്തേക്കും വലത്തോട്ട് ചെക്കക്കോണം മുടിപ്പുര ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴി ലെഫ്റ്റിലേക്ക് നമ്മൾ തിരിഞ്ഞ് വരിക. അങ്ങനെ തിരിഞ്ഞ് വരുമ്പോഴത്തേക്കും ഈ സൂഫീസ് വില്ലേക്ക് കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നിൽ വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മുടെ പ്രോപ്പർട്ടി വിസിബിൾ ആവും. ഈ രീതിയിൽ നല്ല ലെവലായിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. ഇതിനകത്ത് ഇപ്പോൾ ഒരു കെട്ടിടം ഇരിപ്പുണ്ടേ. അതായത് ഇതൊരു അവർ നേരത്തെ എന്തോ ഒരു ഗോഡൗൺ കണക്ക് യൂസ് ചെയ്തിരുന്നതാണ്. അപ്പോൾ ആ രീതിയിൽ എന്തെങ്കിലും പർപ്പസ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ പ്രയോജനപ്പെടുത്താം. അപ്പോൾ ഇതിങ്ങനെ നിലനിർത്തിക്കൊണ്ട് ഈ സൈഡിൽ വീടൊക്കെ വെക്കുന്ന സമയത്ത് നമ്മുടെ കൺസ്ട്രക്ഷൻ്റെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇടാൻ വേണ്ടിയിട്ടായാലും നമുക്ക് ഈ ഒരു കെട്ടിടം പ്രയോജനപ്പെടുത്താവുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലായിരിക്കും. നമുക്ക് ഈ പ്രോപ്പർട്ടി ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് 5.5 ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില. പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട്. ആ കാര്യങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ സംസാരിച്ച് ഡീലാക്കാവുന്നതാണ്. നമുക്കിപ്പോൾ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ നിന്ന് നെട്ടയം കഴിഞ്ഞ് അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ വട്ടിയൂർക്കാവ് റൂട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഒത്തിരിയധികം ഗവൺമെൻറ് സ്ഥാപനങ്ങളാണ്. പ്രത്യേകിച്ച് ISRO ബേസ്ഡ് ആയിട്ടുള്ള കൺട്രോൾ സിസ്റ്റംസിൻ്റെ ഒരു യൂണിറ്റ് ഉണ്ട്, CPT ഉണ്ട്. അങ്ങനെ ഒത്തിരിയധികം സ്ഥാപനങ്ങൾ നമുക്കവിടെ കാണാൻ സാധിക്കും. അതായത് നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് നെട്ടയം റൂട്ടാണ് നെട്ടയം വഴി വട്ടിയൂർക്കാവ് പോകാനാണെന്നുണ്ടെങ്കിലും നമുക്ക് പേരൂർക്കട പോകാനാണെന്നുണ്ടെങ്കിലും വളരെ എളുപ്പമാണ്. രണ്ടിനും ഏകദേശം ഒരു 4 കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസേ വരുന്നുള്ളൂ. സാധാരണഗതിയിൽ പേരൂർക്കട ബേസ് ചെയ്ത് നമ്മളൊരു പ്രോപ്പർട്ടിയൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഹെവി പ്രൈസിംഗ് ആണ്. പക്ഷേ അവിടെ നിന്ന് ജസ്റ്റ് കുറച്ചൊന്ന് മാറി നല്ല രീതിയിൽ റോഡ് ആക്സസ് ഉള്ള ഈ പ്രോപ്പർട്ടിയെ സ്വന്തമാക്കുകയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ അതിൻ്റെയൊക്കെ പകുതി വിലയ്ക്ക് നമുക്ക് വാങ്ങാൻ സാധിക്കും. പെർ സെൻറ്റ് റേറ്റ് വരുന്നത് 5.5 ലക്ഷം രൂപയാണ്. താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ സംസാരിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ്.